ഹരി ഓം. ആദ്യത്തെ പ്രണയപത്രം രുക്മിണി കൃഷ്ണന് കൊടുത്തയച്ചത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം തീ നിർവിശ്യ കർണവിവരൈകരതോങ്കതാപം രൂപം ദൃശാം ദൃശിമതാമഖിലാർത്ഥലാഭം ത്വയ്യച്യുതാ വിശതി ചിത്തമപത്രപം മേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 78 ദ്വാരകാവാസവും രുക്മിണി സന്ദേശപ്രാപ്തിയും. വൃത്തം ദ്രുതവിളംബിതം. ത്രിദിവവർദ്ധകിവർദ്ധിതകൗശലം ത്രിദശദത്തസമസ്തവിഭൂതിമദ് ജലധിമധ്യഗതം ത്വമഭൂഷയോ നവപുരം വപുരഞ്ചിതരോജിഷാ. ഒരിക്കൽ കൂടി. ത്രിദിവവർദ്ധകിവർദ്ധിതകൗശലം ത്രിദശദത്തസമസ്തവിഭൂതിമദ് ജലധിമധ്യഗതം ത്വമഭൂഷയോ നവപുരം വപുരഞ്ചിതരോജിഷാ. ത്രിദിവ ദേവന്മാരുടെ വർദ്ധകിയായ ശില്പിയായ വിശ്വകർമാവിന്റെ വർദ്ധിച്ചതായ അധികത്തായ കൗശലം ചാരുത കരവിരുത് ത്രിദശ ദേവന്മാരാൽ ദത്തമായ സ്വായത്തമായ സമസ്തമായ എല്ലാവിധത്തിലുമുള്ള വിഭൂതികളെ കൊണ്ട് ഐശ്വര്യങ്ങളെ കൊണ്ട് ജലധി മധ്യഗതം സമുദ്രമധ്യത്തിൽ സ്ഥിതമായത് ത്വം അഭൂഷയോ അങ്ങ് ശ്രീകൃഷ്ണൻ ഭൂഷിതനായി അലങ്കൃതനായി നവപുരം ആ നവമായ പുരിയെ പുതുനഗരിയായ ദ്വാരകയെ വപുർ ശരീരത്തിന്റെ അഞ്ചിത കാഞ്ചനമായ മനോഹരമായ രോജിഷ കാന്തി കൊണ്ട് ശോഭ കൊണ്ട്. ശ്ലോകാർത്ഥം. ദേവശില്പിയായ വിശ്വകർമാവിന്റെ അത്യധികമായ കരകൗശലത്താലും ദേവദത്തമായ സമസ്ത ഐശ്വര്യ സമൃദ്ധി ഉൾക്കൊണ്ടും സമുദ്രമധ്യത്തിൽ സ്ഥിതമായ ആ പുതു നഗരമായ ദ്വാരകയെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ശരീരത്തിന്റെ മനോഹര കാഞ്ചിത കാന്തി കൊണ്ട് അലങ്കരിച്ചു. ശ്ലോകം 2. ദദുഷിരേവദ ഭൂഭൃതിരേവതീം ഹലഭൃതേ തനയാം വിധിശാസനാദ് മകിതമുത്സവഘോഷമപൂപുഷക സമുദിതൈർമുദിതൈ സഖയാദവൈ. ഒരിക്കൽ കൂടി. ദദുഷിരേവദ ഭൂഭൃതിരേവതീം ഹലഭൃതേ തനയാം വിധിശാസനാദ് മകിതമുത്സവഘോഷമപൂപുഷക സമുദിതൈർമുദിതൈ സഖയാദവൈ. ദദുഷി കൊടുത്തു, വിവാഹം കഴിച്ചു കൊടുത്തു. രേവത ഭൂഭൃതി രേവതൻ എന്ന രാജാവ് രേവതിയെ ഹലഭൃതേ കലപ്പ ധരിച്ചവന് ബലരാമന് തനയാം പുത്രിയെ വിധിശാസനാദ് ബ്രഹ്മാവിന്റെ നിർദ്ദേശം അനുസരിച്ച്. വിധി എന്നാൽ ബ്രഹ്മാവ്. മഹിതം ഉത്സവഘോഷം മഹത്തായ ഗംഭീരമായ വിവാഹ ഉത്സവ ആഘോഷം അഭൂപുഷ സമ്പുഷ്ടമാക്കി. സമുദിതൈ കൂട്ടം ചേർന്ന്, മുദിതൈ സന്തോഷത്തോടെ ആർത്തുരസിച്ച്, സഹ യാദവൈ യാദവരോടുകൂടി. ശ്ലോകാർത്ഥം. രേവതൻ എന്ന രാജാവ് തന്റെ മകളായ രേവതിയെ ബ്രഹ്മാവിന്റെ നിർദ്ദേശം അനുസരിച്ച് ബലരാമന് വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പോൾ സന്തോഷത്തോടെ ഒത്തുചേർന്ന യാദവരോടുകൂടി ആ ഗംഭീര വിവാഹ ആഘോഷത്താൽ ആ ഉത്സവത്തെ അങ്ങ് സമ്പുഷ്ടമായി പരിപോഷിപ്പിച്ചു. കൃതയുഗത്തിൽ അനർത്ഥദേശത്തെ രാജാവായിരുന്നു രേവതൻ. അദ്ദേഹത്തിന്റെ പുത്രി രേവതിയെ ആർക്കു വിവാഹം ചെയ്തു കൊടുക്കണം എന്ന് ചോദിക്കാൻ പുത്രീ സമേതനായ ആ രാജാവ് രേവതൻ
ബ്രഹ്മലോകത്തിലെത്തി. വിധാതാവിന്റെ അഭിമതം ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഭൂമിയിൽ ഇതിനകം യുഗങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. കൃതയുഗവും ത്രേതായുഗവും കഴിഞ്ഞ് ദ്വാപരയുഗമായിരിക്കുന്നു. ഇപ്പോൾ സർപ്പശ്രേഷ്ഠനായ അനന്താവതാരമായ ബലരാമൻ ഭൂമിയിൽ ഉണ്ടെന്നും അദ്ദേഹത്തിന് മകളെ വിവാഹം കഴിച്ച് കൊടുക്കാമെന്നും നിർദ്ദേശിച്ചു. കൃതയുഗത്തിലെ മനുഷ്യരൂപം വളരെ വലിയവരായിരുന്നു. വധുവിന്റെ മുഖം ദർശിക്കാനാകാത്ത അത്ര ഉയരമുള്ള രേവതിയെ ബലരാമൻ തന്റെ കലപ്പ കൊണ്ട് വലിച്ച് താഴ്ത്തി തനിക്ക് അനുരൂപയാക്കി തീർത്തു. ഈ വിവാഹ ആഘോഷത്തെ ശ്രീകൃഷ്ണൻ യാദവരോടൊത്ത് വലിയ ആഘോഷമാക്കി തീർത്തു. ശ്ലോകം 3. അഥ വിദർഭസുതാം ഖലു രുക്മിണീം പ്രണയിനീം ത്വയി ദേവ സഹോദര സ്വയമതിത്സദചേതി മഹീഭുജേ സ്വതമസാ തമസാധുമുപാശ്രയൻ. ഒരിക്കൽ കൂടി. അഥ വിദർഭസുതാം ഖലു രുക്മിണീം പ്രണയിനീം ത്വയി ദേവ സഹോദര സ്വയമതിത്സദചേതി മഹീഭുജേ സ്വതമസാ തമസാധുമുപാശ്രയൻ. അഥ അതിനുശേഷം പിന്നീട് വിദർഭസുധാം വിദർഭ രാജപുത്രിയായ ഖലു രുക്മിണീം ആ രുക്മിണിയെ പ്രണയിനീം ത്വയി അങ്ങയിൽ പ്രണയമുള്ള ദേവ ഹേ ദേവ അലയോ ഭഗവാനെ സഹോദരനായ രുക്മി സ്വയം അഭിൽസത തന്നെത്താൻ ദാനം ചെയ്യാൻ വിവാഹം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ചു. ചേതി മഹീഭുജയെ ചേതി മഹാരാജാവിന് അതായത് ശിശുപാലന് സ്വതമസ തന്റെ അജ്ഞത മൂലം തം അസാധുവായ അവനെ ദുഷ്ടനായ അവനെ ആശ്രയൻ കൂട്ട് ചേർന്നവനായിട്ട്. ശ്ലോകാർത്ഥം. അതിനുശേഷം ഹേ ദേവ ശ്രീകൃഷ്ണ അങ്ങയിൽ തന്നെ പ്രണയമുള്ള വിദർഭ രാജാവ് ഭീഷ്മകന്റെ പുത്രി രുക്മിണിയെ സ്വസഹോദരൻ രുക്മി അവന്റെ അജ്ഞത മൂലം ദുഷ്ടനായ ചേതി രാജാവ് ശിശുപാലനെ ആശ്രയിക്കുന്നവനായി അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ സ്വയം തീരുമാനിച്ചു. രുക്മിണിയുടെ സഹോദരനായ രുക്മി സ്വസഹോദരി രുക്മിണിയുടെ വിവാഹകാര്യം രുക്മിണിയോടോ അച്ഛൻ ഭീഷ്മകനോടോ ആലോചിച്ചില്ല. രുക്മി അമിതമായി ദുഷ്ടനായ ശിശുപാലനിൽ ആകർഷിതനായി എന്നതിനാൽ ആയിരുന്നു ഈ ദുഷ്കർമ്മം. ശ്ലോകം 4. ചിരധൃത പ്രണയാ ത്വയി ബാലികാ സപദി കാംക്ഷിതഭംഗസമാകുലാ തവ നിവേദയിതും ദ്വിജമാദിശത് സ്വകഥനം കഥനംഗവിനിർമ്മിതം. ഒരിക്കൽ കൂടി. ചിരധൃത പ്രണയാ ത്വയി ബാലികാ സപദി കാംക്ഷിതഭംഗസമാകുലാ തവ നിവേദയിതും ദ്വിജമാദിശത് സ്വകഥനം കഥനംഗവിനിർമ്മിതം. ചിരധൃത പ്രണയാ ത്വയി ദീർഘകാലമായി അങ്ങയിൽ അർപ്പിതമായ പ്രണയമുള്ളവളായി ബാലിക ആ പെൺകിടാവ് സപതി പെട്ടെന്ന് കാംക്ഷിത ആഗ്രഹത്തിന് ഭംഗം തടസ്സം സമാകുല വളരെ ആകുലയായി ദുഃഖിതയായി തവ നിവേദയിതും അങ്ങയ്ക്ക് നിവേദനം നൽകാനായി അങ്ങയെ അറിയിക്കാനായി ദ്വിജം ഒരു ബ്രാഹ്മണനെ ആദിശത് പറഞ്ഞയച്ചു. സ്വകഥനം സ്വന്തം ദുഃഖത്തെ കഥന കഠിനമായ വേദന അംഗ വിനിർമ്മിതം കാമദേവനാൽ നിർമ്മിതമായ കാമദേവൻ തനിക്ക് നിർമ്മിച്ചു നൽകിയ. ശ്ലോകാർത്ഥം. ചിരകാലമായി അങ്ങയിൽ തന്നെ പ്രണയമുള്ളവളായ ആ പെൺകിടാവ് പെട്ടെന്ന് തന്നെ
തന്റെ ആഗ്രഹത്തിന് ഭംഗമുണ്ടായതിന്റെ അതിയായ ദുഃഖത്തോടെ കാമൻ മൂലം തനിക്കുള്ള കഠിന പ്രണയവേദന അങ്ങയെ അറിയിക്കുന്നതിന് ഒരു ബ്രാഹ്മണനെ ദൂതനായി പറഞ്ഞയച്ചു. ശ്ലോകം 5. ദ്വിജസുതോപി ചതൂർണമുപായയൗ തവ പുരം കിദുരാശ ദുരാസദം മുദമവാച ച സാദരപൂജിതഃ സഭവദാ ഭവതാ ബഹൃതാ സ്വയം. ഒരിക്കൽ കൂടി. ദ്വിജസുതോപി ചതൂർണമുപായയൗ തവ പുരം കിദുരാശ ദുരാസദം മുദമവാച ച സാദരപൂജിതഃ സഭവദാ ഭവതാ ബഹൃതാ സ്വയം. ദ്വിജസുത അഭി ആ ബ്രാഹ്മണപുത്രനും ചതൂർണം ഉപായയൗ വേഗത്തിൽ തന്നെ പ്രാപിച്ചു എത്തിച്ചേർന്നു. തവ പുരം ഹി അങ്ങയുടെ വാസസ്ഥലത്തെ ദ്വാരകയെ ദുരാശ ദുരാസഥം ദുരാഗ്രഹികൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത മുദം അവാഭ മോദത്തെ സന്തോഷത്തെ പ്രാപിച്ചു. ച സാദരപൂജിത സാദരം ബഹുമാനത്തോടെ ആദരവോടെ പൂജിക്കുകയും ചെയ്യപ്പെട്ടു. സഭവത അങ്ങയാൽ തന്നെ ശ്രീകൃഷ്ണനാൽ ഭവതാപഹൃത സ്വയമായി സംസാര ദുഃഖത്തെ അപഹരിക്കുന്നവനായ. ശ്ലോകാർത്ഥം. ആ ബ്രാഹ്മണപുത്രൻ ദുരാഗ്രഹമുള്ളവർക്ക് കടന്നു ചെല്ലാൻ പോലും പറ്റാത്ത അങ്ങയുടെ പുരമായ ദ്വാരകയിൽ വേഗത്തിൽ എത്തിച്ചേർന്നു. സംസാര ദുഃഖത്തെയാകെ നശിപ്പിക്കുന്നവനായ ശ്രീകൃഷ്ണനാൽ ആ ബ്രാഹ്മണൻ അതീവ ആദരത്തോടെ സ്വീകരിച്ച് പൂജിക്കപ്പെട്ടവനായി സന്തോഷത്തെ പ്രാപിച്ചു. ശ്ലോകം 6. സച ഭവന്തമവോചത കുണ്ഡിനേ നൃപസുധാ ഖലു രാജതിരുക്മിണീ ത്വയി സമുത്സുകയാ നിജധീരതാ രഹിതയാ കിതയാ പ്രഹിതോസ്മ്യഹം. ഒരിക്കൽ കൂടി. സച ഭവന്തമവോചത കുണ്ഡിനേ നൃപസുധാ ഖലു രാജതിരുക്മിണീ ത്വയി സമുത്സുകയാ നിജധീരതാ രഹിതയാ കിതയാ പ്രഹിതോസ്മ്യഹം. സ ഭവന്തം അദ്ദേഹം ആ ബ്രാഹ്മണനാൽ ഭവന്തം അങ്ങയോട് അവോചത പറയുകയും ചെയ്തു. കുണ്ടിനെ നൃപസുധ കുണ്ടിന ദേശത്തെ രാജകുമാരിയായ ഗലു രാജതി രുക്മിണി പ്രശോഭിക്കുന്ന രുക്മിണി ത്വയി സമുത്സുഖ അങ്ങയിൽ ഉത്സുഖവതിയും നിജ ധീരതാ രഹിതയാ തന്റെ ധൈര്യം നഷ്ടപ്പെട്ടോളുമായ ഹി തയാ അവളാൽ തന്നെ പ്രഹീത അസ്മി പറഞ്ഞയക്കപ്പെട്ടവനായി അഹം ഞാൻ. ഇനി ശ്ലോകാർത്ഥം. ആ ബ്രാഹ്മണൻ ശ്രീകൃഷ്ണനോട് ഇങ്ങനെ അറിയിച്ചു. കുണ്ടിനത്തിൽ രുക്മിണി എന്ന ഒരു രാജകുമാരി പ്രശോഭിക്കുന്നു. അങ്ങയിൽ താല്പര്യമുള്ളവളും ആത്മധൈര്യം നഷ്ടപ്പെട്ടവളുമായ അവളാൽ അയക്കപ്പെട്ടവനാണ് ഞാൻ. ശ്ലോകം 7. തവ കൃതാസ്മി പുരൈവ ഗുണൈരകം ഹരതി മാം കില ചേതി നൃപോധുനാ അയി കൃപാലയ പാലയ മാമിതി പ്രജഗദേ ജഗദേകപദേ തയാ. ഒരിക്കൽ കൂടി. തവ കൃതാസ്മി പുരൈവ ഗുണൈരകം ഹരതി മാം കില ചേതി നൃപോധുനാ അയി കൃപാലയ പാലയ മാമിതി പ്രജഗദേ ജഗദേകപദേ തയാ. തവ ഹൃദാസ്മി അങ്ങയാൽ അപഹരിക്കപ്പെട്ട മനസ്സുമായുള്ളവളാണ്. പുര ഏവ ഗുണൈർ അഹം മുമ്പിനാൽ തന്നെ അങ്ങയുടെ വൈശിഷ്ട്യ ഗുണങ്ങളാൽ ഹരതിമാം കില ചേതി നൃഭ അധുന ഇപ്പോൾ എന്നെ ചേതിരാജൻ അപഹരിക്കുന്നു. ഐ കൃപാലയ ഹേ
കൃപയ്ക്ക് ആലയമായ വാസസ്ഥാനമായ ഭഗവാനെ പാലയമാം, എന്നെ രക്ഷിക്കണമേ. ഇതി പ്രജഗതേ, ഇങ്ങനെ അവളാൽ പ്രാർത്ഥിക്കപ്പെട്ടു. ജഗത് ഏകപതേ ഇഹ, ഹേ ലോകൈകനാഥ, തയാ അങ്ങയാൽ. ശ്ലോകാർത്ഥം: ലോകത്തിന് മുഴുവൻ ഏകനാഥനായ ഹേ ഭഗവാനെ, ഞാൻ മുമ്പ് തന്നെ അങ്ങയുടെ വൈശിഷ്ട്യ ഗുണങ്ങൾ കേട്ട് കേട്ട് അങ്ങയിൽ അനുരക്തയായിരിക്കുന്നു. ഇപ്പോൾ ഇതാ ചേതി രാജാവ് ശിശുപാലൻ എന്നെ അപഹരിക്കുന്നു. ഹേ കരുണയ്ക്ക് വാസസ്ഥാനമായ ഭഗവാനെ ശ്രീകൃഷ്ണ, എന്നെ രക്ഷിക്കേണേ എന്ന് രുക്മിണി പ്രാർത്ഥിച്ചു. ശ്ലോകം 8. അശരണാം യദി മാം ത്വമുപേക്ഷസേ സപദി ജീവിതമേവ ജകാമ്യകം ഇതി ഗിരാസുതനോരതനോദ്ഭൃശം സുഹൃദയം ഹൃദയം തവ കാതരം. ഒരിക്കൽ കൂടി. അശരണാം യദി മാം ത്വമുപേക്ഷസേ സപദി ജീവിതമേവ ജകാമ്യകം ഇതി ഗിരാസുതനോരതനോദ്ഭൃശം സുഹൃദയം ഹൃദയം തവ കാതരം. അശരണാം യദി മാം, അശരണയായ, ശരണമായി മറ്റാരും ഇല്ലാത്ത എന്നെ, ത്വം ഉപേക്ഷസേ, അങ്ങ് ഉപേക്ഷിക്കുന്നു എങ്കിൽ, സപതി ഉടനെ തന്നെ, ജീവിതം ഏവ ജീവിതത്തെ തന്നെ, ജഹാമി അഹം ഞാൻ ഉപേക്ഷിക്കും, ഞാൻ അവസാനിപ്പിക്കും. ഇതി ഗിര സുതനോർ, ആ സുന്ദരിയുടെ രുക്മിണിയുടെ ഇപ്രകാരമുള്ള വാക്കുകൊണ്ട്, അതനോദ്ഭൃശം വേഗത്തിൽ ആക്കി തീർത്തു. സുഹൃത് അയം, ആ സുഹൃത്ത്, ആ ബ്രാഹ്മണ സുഹൃത്ത്, ഹൃദയം തവ കാതരം, അങ്ങയുടെ ഹൃദയത്തെ ഭയമുള്ളതാക്കി. ശ്ലോകാർത്ഥം: അങ്ങ് അശരണയായ എന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഉടനെ എൻ്റെ ജീവിതത്തെ തന്നെ ഞാൻ ഉപേക്ഷിക്കുന്നതാണ് എന്നിങ്ങനെ ആ സുന്ദരാംഗി രുക്മിണി പറഞ്ഞ വാക്കുകളെ അറിയിച്ച് ആ ബ്രാഹ്മണ സുഹൃത്ത് അങ്ങയുടെ മനസ്സിനെ ഭയചകിതമാക്കി തീർത്തു. ശ്ലോകം 9. അകഥയസ്ത്വമഥൈനമയേ സഖേ തദധികാ മമ മന്മഥവേദനാ നൃപസമക്ഷമുപേത്യ കരാമ്യഹം തദയിതാം ദയിതാമസി തേക്ഷണാം. ഒരിക്കൽ കൂടി. അകഥയസ്ത്വമഥൈനമയേ സഖേ തദധികാ മമ മന്മഥവേദനാ നൃപസമക്ഷമുപേത്യ കരാമ്യഹം തദയിതാം ദയിതാമസി തേക്ഷണാം. ആ കഥയ ത്വം, അങ്ങ് പറഞ്ഞു, അങ്ങ് അരുളി ചെയ്തു. അഥ ഏനം, അതേനം, പിന്നെ അവനോട്, ആ ബ്രാഹ്മണനോട്, അയേ സഖേ, ഹേ സുഹൃത്തേ, തത് അധിക, അതിലും അധികമാണ്, മമ മന്മഥവേദന, എന്റെ കാമതാപം, അനുരാഗ വിവശത. നൃപസമക്ഷം ഉപേത്യ, ആ രാജാക്കന്മാരുടെ മുമ്പിൽ വന്നിട്ട്, ഹരാമി അഹം, ഞാൻ അപഹരിക്കുന്നതാണ്, തത്, അതിനാൽ, അയിതാം, അവളെ തന്നെ, ദയിതാം, പ്രിയപ്പെട്ടവളായ, അസിദേക്ഷണാം, നീല കൺമിഴികളുള്ള അവളെ, സുന്ദരനേത്രയായ അവളെ. ശ്ലോകാർത്ഥം: പിന്നെ അവിടുന്ന് ശ്രീകൃഷ്ണൻ ആ ബ്രാഹ്മണനോട് ഇങ്ങനെ അരുളി ചെയ്തു. അല്ലയോ സ്നേഹിത, എന്റെ കാമപരിതാപം അവളെക്കാൾ അധികമാണ്. അതിനാൽ ഞാൻ അവിടെ എത്തി സുന്ദരിയും പ്രിയതമയുമായ അവളെ രാജാക്കന്മാർ നോക്കി നിൽക്കെ അപഹരിക്കുന്നതാണ്. ശ്ലോകം 10. പ്രമുദിതേന ച തേന സമം തദാ രഥഗതോ ലഘുകുണ്ഡിനമേവാൻ ഗുരുമരുത്പുരനായകമേ ഭവാൻ വിദനുതാം തനുതാം നിഖിലപദാം. ഒരിക്കൽ കൂടി.
പ്രമുദിതേന ച തേന സമം തദാ രഥഗതോ ലഘുകുണ്ഡിനമേയിവാൻ ഗുരുമരുത്പുരനായകമേ ഭവാൻ വിദനുദാം തനുദാം നിഖിലപദാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. പ്രമുദിതേന സന്തോഷവാനായ, ച തേന സമം ആ ബ്രാഹ്മണനോടുകൂടി, തഥാ അപ്പോൾ, രഥഗതോ രഥത്തിൽ കയറി, ലഘു വേഗത്തിൽ, കുണ്ടിനം ഏയിവാൻ കുണ്ടിനത്തെ പ്രാപിച്ചു. ഗുരു മരുത്പുര നായക അല്ലയോ ഗുരുവായൂരപ്പ, മേ ഭവാൻ വിതനുദാം തനുദാം നിഖിലാപദാം. ഭഗവാനെ, അങ്ങ് എന്റെ എല്ലാ ആപത്തുക്കളെയും നശിപ്പിക്കണമേ. ശ്ലോകാർത്ഥം. അപ്പോൾ സന്തുഷ്ടനായി തീർന്ന ആ ബ്രാഹ്മണനോടൊപ്പം രഥത്തിൽ കയറി വേഗത്തിൽ കുണ്ടിന നഗരത്തിൽ എത്തിച്ചേർന്ന ഹേ ഭഗവാനേ ശ്രീ ഗുരുവായൂരപ്പ, ശ്രീകൃഷ്ണ, അങ്ങ് എന്റെ എല്ലാ ആപത്തുക്കളെയും വേഗത്തിൽ നശിപ്പിക്കണമേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.